ഹൈ ഗൈസ്, എല്ലാവർക്കും നെഫ്രക് സ്റ്റുഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു സ്റ്റുഡൻ്റായിട്ട് നിന്ന് ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും വളരെ പാടുള്ള കാര്യമാണ്. കാരണം ഒന്നല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, ട്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാൻ സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര ടയർഡായിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പാർട്ട് ടൈം പോകും, പിന്നെ രാവിലെ പിന്നെയും പോകണം, വീക്കെൻഡ്സ് നമുക്ക് പാർട്ട് ടൈമിന് പോകേണ്ടി വരും. അപ്പം മൊത്തത്തിൽ നമുക്ക് ടൈമിൻ്റെ ഇഷ്യൂ ആണെങ്കിലും പഠിക്കാനുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കുറേ ഇഷ്യൂസ് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ക്യാഷ് ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ട് ടൈമിൻ്റെ ജോലി എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് പറയാൻ പോകുന്നത് ഒരു 3 or 4 സൈഡ് ഹസിൽസ് ആണ്, നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന സൈഡ് ഹസിൽസ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഓൺലൈൻ ട്യൂട്ടറിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് എല്ലാം ഒന്നല്ലെങ്കിൽ ഞാൻ ചെയ്ത് സക്സസ്ഫുള്ളായ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ചെയ്ത് സക്സസ്ഫുള്ളായ കാര്യങ്ങളോ ആയിരിക്കും പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് ഓൺലൈൻ ട്യൂട്ടറിംഗ് ആണ്. ഇപ്പോൾ ഈ ഓൺലൈൻ ട്യൂട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1.5 കൊല്ലം മുമ്പ് ഇതേപോലെ ഓഫ്ലൈൻ ട്യൂട്ടറിംഗ്, ഒരു 1-to-1 ട്യൂട്ടറിംഗ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ പറയുകയാണ്, നമുക്ക് എന്താണ് അറിയാവുന്നത്, നമുക്ക് ചിലപ്പോൾ കോഡിംഗ് ആയിരിക്കും അറിയാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാനായിരിക്കും അറിയാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രോയിങ് ആയിരിക്കും, അങ്ങനെ പല സ്കില്ല് പലർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കില്ല് എന്താണോ, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ എന്താണോ താല്പര്യം, എന്ത് ചെയ്യുക, അത് പഠിപ്പിക്കുക. ഇനി ഒരു സ്കില്ലില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമുക്ക് LKG-യിലോ UKG-യിലോ ABCD ബേസിക് അങ്ങനെ അയാൾക്ക് അല്ലെങ്കിൽ ആൽഫബറ്റ്സും അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ കൂട്ടി വയ്ക്കാനൊക്കെ പഠിപ്പിക്കുക ഈ LKG UKG 1-ാം ക്ലാസ്സിലൊക്കെ. അപ്പോൾ അതാണ് നമുക്ക് പഠിപ്പിക്കുക. ഇപ്പോൾ ഞാനായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, 1.5 കൊല്ലം മുമ്പ് ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിൽ ഞാൻ പെർ അവർ 300 രൂപയായിരുന്നു ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വേറെ ട്യൂഷൻ സെൻ്ററിൻ്റെ കീഴിലായിരുന്നു, ബട്ട് പെർ അവർ 300 രൂപയായിരുന്നു ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പെർ മന്ത് 20 ക്ലാസ് തീർത്താൽ മതിയായിരുന്നു. എന്ന് പറയുമ്പോൾ ഒരു മാസം എനിക്ക് 20 മണിക്കൂർ ക്ലാസ് എടുത്താൽ മതിയായിരുന്നു. ഈ 20 മണിക്കൂറിൽ എനിക്ക് സാലറി കിട്ടുന്നത് എന്താണ്, 6000 രൂപയാണ്. അപ്പോൾ എനിക്കൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3 പിള്ളേരെ പഠിപ്പിക്കാൻ കിട്ടി കഴിഞ്ഞാൽ എത്രയാവും, 18,000 രൂപയാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നാളെ എനിക്ക് എന്ത് പരിപാടിയാണ്, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഓക്കെ നാളെ നമുക്ക് കറങ്ങാൻ പോകുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പാർട്ട് ടൈം ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മിസ്സാവും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് നാളെ എന്തെങ്കിലും പെട്ടെന്ന് പരിപാടി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയും, പറ്റില്ല, നമുക്ക് നാളത്തേക്ക് വെക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്ന ടൈമിലായിരിക്കും കൂടുതൽ പ്രിഫറൻസ്, അവരെ പ്രിഫറൻസ് നോക്കും. അപ്പോൾ നമുക്ക് ടൈം മാറ്റി വെക്കാനും നമുക്ക് ജസ്റ്റ് മന്ത്ലി 20 അവർ ക്ലാസ് എടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഡെയിലി 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ച് ക്ലാസ് എടുത്താലും 10 ദിവസം ക്ലാസ് എടുത്താൽ മതി. അപ്പോൾ നമുക്കത് എന്തുകൊണ്ട് ഇപ്പോൾ സ്കില്ലില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിലും മീൻസ് പഠിപ്പിക്കാനൊന്നും അറിയില്ലാത്തവർക്കും ജസ്റ്റ് എന്തായാലും ബേസിക്കായിട്ട് ഇംഗ്ലീഷ് എല്ലാ ആൽഫബറ്റും കൂട്ടി വയ്ക്കാനും അതേപോലെ ബേസിക് മലയാളമൊക്കെ അറിയാവുന്നതായിരിക്കും എല്ലാവരും സ്കൂളും കോളേജിൽ പഠിക്കുന്ന ആൾക്കാരും. അപ്പോൾ അതാണ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളൂ. രണ്ടാമത്തെ എന്താ പറയുക, ഫ്രീലാൻസിങ് ആണ്. ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബോസ്, നമുക്കൊരു ഇടയിൽ ആളുണ്ടാവും. ഇത് ഇടയിലാണ് നമ്മൾ ഡയറക്റ്റ് ക്ലയൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡയറക്റ്റ് വർക്ക് എടുത്ത് ചെയ്യുന്നതാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫ്രീലാൻസിങ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഏറ്റവും ഗുണമുണ്ടാകുന്നത് ഞാൻ അവിടെ കുറേ നിന്ന് എനിക്ക് പോർട്ട്ഫോളിയോ അവിടെ തന്നെ ബിൽഡായി വന്നു. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ അത് മാത്രമല്ല, ഞാൻ അവിടുത്തെ കുറേ ഫംഗ്ഷൻസിനും ബാക്കിയുള്ളവർക്ക് പോയി ഞാൻ തന്നെ കുറേ ബൂസ്റ്റ് ചെയ്യുമായിരുന്നു. ലിങ്ക്ഡിനിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഞാൻ തന്നെ കുറേ പോസ്റ്റ് ഇട്ടിട്ട് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ എനിക്ക് കുറേ വർക്ക് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര യൂസ്ഫുൾ സാധനമാണ്. നമ്മൾ ഇപ്പം ഞാൻ അവിടെ ഇങ്ങനെ കുറേ കൺവെൻഷൻസും പരിപാടിക്കൊക്കെ പോയായിരുന്നു. കുറേ കൺവെൻഷൻസും കാര്യങ്ങളൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ബൂസ്റ്റ് ഉണ്ടാക്കാൻ പറ്റി. അത് കണ്ട് ജോലി വരെ ആവശ്യപ്പെട്ട് ഒരുപാട് ആൾക്കാർ, ഞാൻ എൻ്റെ പ്രൊഫൈൽ HR ഇട്ടിട്ടില്ല, ബട്ട് ജോലി വരെ അന്വേഷിച്ച് കുറേ പേര് ഇപ്പോഴും വരുന്നുണ്ട് എൻ്റെ പ്രൊഫൈലിൽ. കാരണം എനിക്ക് അതിൽ നിന്ന് ഒരുപാട് വർക്ക്. അപ്പോൾ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. അത് മാക്സിമം യൂസ് ചെയ്യാൻ പഠിക്കാം. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്, അത് ലിങ്ക്ഡിനിൽ എങ്ങനെ നമുക്ക് വളരാം എന്നുള്ളത്. അപ്പോൾ ഫ്രീലാൻസിങ് നമുക്ക് ഫൈബർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അപ്വർക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട്. മീൻസ് ഒരു പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് നമ്മുടെ സ്കില്ല് ഷോക്കേസ് ചെയ്ത് അവിടെ നിന്ന് വർക്ക് പിടിക്കാൻ വേണ്ടി. ഞാൻ 1000 വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, 20,000 വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് വർക്ക് കിട്ടും. നമുക്ക് മന്ത്ലി നമുക്കിപ്പോൾ 20,000 ആണെന്നുണ്ടെങ്കിൽ ഒരു 5,000 വെബ്സൈറ്റ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കാം. ജസ്റ്റ് നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടും. ടെംപ്ലേറ്റ്സ് എടുക്കാം, നമുക്ക് 3000 ടെംപ്ലേറ്റ്സ് കിട്ടും. വളരെ ചീപ്പായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെംപ്ലേറ്റ്സ് കിട്ടും. ടെംപ്ലേറ്റ്സ് എടുക്കുക, ഫിഗ്മയിൽ കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ക്ലയൻറ്റ് കാണിച്ച് അപ്രൂവ് ചെയ്ത് നമുക്കത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ
നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഒരു സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കില്ല് വെച്ച് ഒരുപാട് എന്ത് ചെയ്യാം, കാശുണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഡെവലപ്പിങ് നിങ്ങളിത് കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന സംഭവമായിരിക്കും. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇത്തരം ഫ്രീലാൻസിൽ വർക്ക് ചെയ്യുന്ന കോളേജിലെ കാര്യങ്ങൾ നടന്നു പോകും, ഫീസ് അടിക്കാൻ പറ്റും, നമ്മുടെ ചിലകളൊക്കെ കഴിഞ്ഞു പോകും. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു പോർട്ട്ഫോളിയോ ആണ് അതിൻ്റെ ബിൽഡ് ചെയ്ത് വരുന്നത്. ആ ഒരു പോർട്ട്ഫോളിയോ ആയിട്ടുള്ള ഗുണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കോളേജിൽ നമ്മൾ പ്ലേസ്മെൻ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ഇത്ര പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പ്ലേസ്മെൻറ്റ് വഴി. അതേപോലെ തന്നെ നമുക്ക് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടും. പ്ലേസ്മെൻറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്താൻ സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് അത്രയും പോർട്ട്ഫോളിയോ ഉണ്ട്. ഇപ്പം നിങ്ങൾ അപ്വർക്ക് ഉപയോഗിച്ചാൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്വർക്ക്, അതേപോലെ WooCommerce, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ല ക്ലയൻറ്റ് റിവ്യൂസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കോളേജിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നാണ് ഒരു വർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പിംഗ് അല്ല, നിങ്ങൾ ഏത് സ്കില്ല് എടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയാലും ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയാലും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ ഒരു പാടും ഉണ്ടാവില്ല. മൂന്നാമത് വരുന്ന സെല്ലേഴ്സിലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ സെല്ലറിനെ കണ്ടുപിടിച്ചു, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം, എന്നിട്ട് നമ്മൾ അത് വിൽക്കുന്ന ഒരു സെല്ലറിനെ കണ്ടുപിടിച്ച് ആ സെല്ലറിൽ നിന്ന് ചീപ്പ് ഒരു ഹോൾസെയിൽ പ്രൊഡക്റ്റിന് ബൾക്കായിട്ട് സാധനം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500, അതിപ്പോൾ ഒരു തുണി ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഷൂ ആവട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ആവട്ടെ, എന്താവട്ടെ, ഏതൊരു പ്രൊഡക്റ്റ് നമ്മളൊരു 500 അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ 500 നമ്മൾ വാങ്ങുന്നു, നമ്മളൊരു 1700 എന്ത് ചെയ്യുന്നു, മറച്ചടിക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി പറഞ്ഞ ഷോർട്ടായിട്ട് പറഞ്ഞ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ ഒരു 9ാം ക്ലാസ്, 10ാം ക്ലാസ്, പ്ലസ് ടു, 2017, 18, 19 ആ ഒരു ടൈമിലാണ്. ആ ഒരു ടൈം 2016, 17, 18, 19 ആ ഒരു ടൈമിലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. കൊറോണ തുടങ്ങിയപ്പോൾ ഞാൻ ആ ഡ്രോപ്പ് ഷിപ്പിംഗ് നിർത്തി. അപ്പോൾ ഞാൻ 10,000 വരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാസങ്ങളുണ്ട് ശരിക്കും പറഞ്ഞ സമയത്ത്. ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ, ആ സമയത്ത് എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സാധനം വിറ്റുകൊണ്ടിരുന്നത് വാട്സപ്പ് ത്രൂ ആയിരുന്നു. അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ സമയം ഇരുന്ന് എങ്ങനെ ഇത് വിൽക്കാമെന്നൊക്കെ നോക്കി യൂട്യൂബ് നോക്കിയാണ് കുറേയൊക്കെ പഠിച്ചത്. അന്നും നമുക്ക് നെറ്റൊക്കെ ലിമിറ്റഡ് ആണുള്ളൂ. നമുക്ക് ഒരുപാട് ഇത്തരം അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്തായാലും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ചാർജ് ചെയ്താണെങ്കിലും നമ്മൾ കുറേ കഷ്ടപ്പെട്ട് നമ്മൾ കുറേ സമയത്ത് എന്തൊരു ChatGPT ഒന്നും ഇല്ല, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വെബ്സൈറ്റിൽ നോക്കി കണ്ടുപിടിച്ച് അങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത്രയും റേഞ്ചില്ല, നമ്മൾ സാധനം എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും എഫേർട്ട് എടുത്താണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുള്ള റിസൾട്ടും ഉണ്ടായിട്ടോ. അപ്പോൾ ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരാളുടെ അടുത്ത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരുപാട് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ചെന്നൊരു സെല്ലറെ കണ്ടുപിടിക്കാം, എന്നിട്ട് ഇത് എന്ത് ചെയ്യാം, വിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞ നമുക്ക് കുറേ ഒരു പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഷോപ്പിഫൈ, WooCommerce, അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കോഡിങ് അറിയാൻ പാടാത്ത ആൾക്കാർക്ക് സ്വന്തമായിട്ട് അവരുടെ പ്രൊഡക്ട്സ് വെബ്സൈറ്റ് വഴിയിട്ട് വിൽക്കാൻ പാകത്തിനുള്ളൊരു പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അന്ന് എനിക്കതിനെ പറ്റി അറിയില്ലായിരുന്നു. അന്ന് ഞാൻ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാകാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. ഈ ലോക്കൽ ആപ്സ് ഒക്കെ കയറ്റിയിട്ട് അത് വെച്ച് വെബ്സൈറ്റിനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. ഇപ്പോൾ നമുക്ക് അങ്ങനെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. യൂട്യൂബിലെ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ 3-4 മണിക്കൂറത്തെ കോഴ്സുകളുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താണ് ബേസിക് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നും അതേപോലെ എങ്ങനെയൊക്കെ വിൽക്കാം എന്നുള്ള ജസ്റ്റ് ബേസിക് ആയിട്ട് കുറച്ച് ഐഡിയാസ്, ഷോപ്പിഫൈ എന്താണ്, അതൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വാങ്ങിയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ തുടങ്ങാന്നുള്ളതാണ് ഏറ്റവും കാര്യം. തുടങ്ങി അത് പതുക്കെ ഒരു 2, 3, 4 മാസം കൊണ്ട് ഓരോയാണ് വിറ്റും കുറച്ച് സമയം ഒരു 3-4 മണിക്കൂർ അതിനകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള വകുപ്പ് അതിനകത്ത് ശരിക്കും പറയുന്നുണ്ട്. ഇന്ന് ശരിക്കും ഉണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയക്ക് ഭയങ്കരമായിട്ട് ഇരിക്കുന്ന സമയമുള്ളൂ. ഞാൻ നോക്കിയാൽ പറ്റുന്നു അങ്ങനെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഫ്രീലാൻസിങ് ആയിരിക്കും. നിങ്ങളുടെ കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾക്കൊരു ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു എന്നുള്ള രീതിയിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ബൾക്കായിട്ട് സാധനം വാങ്ങാനുള്ള ഫണ്ടിങ് ഉണ്ടാവില്ലായിരിക്കും. ഞാൻ ബൾക്കായിട്ടല്ല സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യം തന്നെ കുറച്ച് പ്രൊഡക്ട്സ് ചൂസ് ചെയ്തു. ഞാൻ മെയിനായിട്ട് ഷൂ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ലോകത്തുള്ള എല്ലാ ഷൂസിൻ്റെയും ഇറങ്ങുന്ന ഷൂസിൻ്റെ പേരും അറിയായിരുന്നു, അതിൻ്റെ പ്രൈസിങ് അറിയായിരുന്നു. ഒരു ഷൂ കണ്ടാൽ എനിക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഫോട്ടോ ഉണ്ടാൽ മതി, ഓക്കെ ഈ ഷൂക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലെവലിലായിരുന്നു കൊണ്ടിരുന്നത്. അത്രയും
എക്സ്പേർട്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സെല്ലറെ കണ്ടുപിടിച്ചു, അയാളിൽ നിന്ന് സാധനം വാങ്ങിച്ചു. സാധനം വാങ്ങിച്ചില്ല, ഞാൻ അയാൾ ഫോട്ടോ അയച്ചു തന്നു. ആ ഫോട്ടോ ഞാൻ എന്ത് ചെയ്യുന്നു ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടാക്കി പൈസ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നു. കസ്റ്റമർ വാങ്ങുന്നു, അവരുടെ അഡ്രസ്സ് തരുന്നു. അവരുടെ അഡ്രസ്സ് നേരെ എന്ത് ചെയ്യുന്നു ഈ സെല്ലറിന് അയച്ചു കൊടുക്കുന്നു. ആ സെല്ലർ എൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു അവർക്ക് അയക്കുന്നു. അപ്പോൾ ആ സെല്ലറുടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ പറഞ്ഞാലും സാധനം കിട്ടും, പക്ഷെ ഇപ്പോൾ വിൽക്കുന്നില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി ഒരു വലിയൊരു വീഡിയോ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരാം. അത് ഫ്രീലാൻസിങ് ആണെന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി ഒരു വലിയൊരു ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതേപ്പറ്റി വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അടിയിൽ കമൻറ്റ് ഇടാം. ഓക്കെ, ബൈ.